തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഉഴുന്നുവടയിൽ ബ്ലേഡ്. കുമാർ ടിഫിൻ സെന്ററിൽ നിന്നും ഉഴുന്നുവട കഴിക്കുന്നതിനിടെയാണ് ബ്ലേഡിന്റെ പകുതി കിട്ടിയത്. പോലീസും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും കടയിൽ പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അലക്സ് മുഹമ്മദ് ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, വിചിത്രമായ സംഭവമാണ്. വെൺപാലവട്ടം കുമാർ സെന്ററിൽ നിന്ന് പാലോട് സ്വദേശികൾ കഴിക്കാൻ വാങ്ങിയ ഉഴുന്നുവടയിലാണ് ഈ ബ്ലേഡ് കണ്ടെത്തിയത്. ബ്ലേഡിന്റെ ഒരു പകുതി ഭാഗമാണ് ഈ ഉഴുന്നുവടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത്. പാലോട് സ്വദേശിയായ അനീഷും അദ്ദേഹത്തിന്റെ 17 വയസ്സുള്ള മകൾ സനുഷയും രാവിലെ ഭക്ഷണം കഴിക്കാനാണ് അവിടെ എത്തിയത്. വെൺപാലവട്ടത്തുള്ള കുമാർ ടിഫിൻ സെന്ററിൽ എത്തിയത്. തുടർന്ന് ഈ ഉഴുന്നുവടയിൽ ബ്ലേഡിന്റെ പകുതി കണ്ടെത്തി. ഈ സനുഷ കഴിക്കാൻ വാങ്ങിയ ഉഴുന്നുവടയിലാണ് ഈ ബ്ലേഡ് കിട്ടിയത്. ഉഴുന്നുവട കഴിക്കുന്ന സമയത്ത് സനുഷയുടെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പല്ലിലെ കമ്പിയിൽ ഈ ബ്ലേഡ് കുടുങ്ങുകയായിരുന്നു. തുടർന്ന് ടിഫിൻ സെന്റർ അധികൃതരുടെ വിവരം അറിയിക്കുകയും ചെയ്തു. അതിന് അവർ എന്ത് മറുപടി നൽകിയെന്നുള്ള കാര്യം വ്യക്തമല്ല. എന്താണെങ്കിലും അവരും ഈ പറഞ്ഞ അനീഷും മകളും ആ വിവരം പോലീസിനെയും അതുപോലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. പേട്ട പോലീസും ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരും കടയിൽ പരിശോധന നടത്തുന്നുണ്ട്. അത് മാത്രമല്ല, നഗരസഭയുടെ ഹെൽത്ത് വിഭാഗവും അവിടേക്ക് എത്തി പരിശോധന നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുശേഷം മറ്റ് നടപടികൾ അറിയാം. എന്താണെങ്കിലും വിചിത്രമായ സംഭവമാണ്. കഴിക്കാൻ വാങ്ങിയ ഭക്ഷണത്തിൽ ബ്ലേഡിന്റെ പകുതി ഭാഗം കണ്ടെത്തിയിരിക്കുന്നു. ശരി, അലക്സ് മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.